ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് നീ ഇങ്ങോട്ട് കയറി വന്നാലേ അതിന്റെ പേരിൽ തല്ലി കൊള്ളേണ്ടി വരുന്നത് ഇതൊക്കെ ആയിരിക്കും. പാവം കണ്ണൻ, അയാളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് ഞാൻ. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയിൽ പ്രതാപനും മുത്തശ്ശിയും തിരികെ വീട്ടിലെത്തിയപ്പോൾ താ നിൽക്കുന്നു മഹാലക്ഷ്മി അവിടെ മോഹിനി അമ്മയുടെ അടുത്ത്. അപ്പൊ നമ്മുടെ പ്രതാപൻ കുറെ മഹാലക്ഷ്മി ചീത്ത പറയുന്നുണ്ട്. ഞങ്ങളില്ലാത്ത തക്കം നോക്കി ഇവിടെ വരാനാണ് ഇനിയും ഭാവമെങ്കിൽ നിനക്കിട്ടായിരിക്കത്തില്ല കിട്ടുന്നത്, നിന്നെ തല്ലാൻ പറ്റില്ലല്ലോ, പക്ഷെ ഇവളെ തല്ലാലോ എന്നും പറഞ്ഞ് നമ്മുടെ മോഹിനിനെ കാണിക്കുന്നുണ്ട്. മോഹിനിയുടെ ചെകിട്ടത്തിലായിരിക്കും ഇനി കിട്ടാൻ പോകുന്നതെന്നും പറഞ്ഞിട്ടെ അപ്പുറത്ത് നമ്മുടെ തോമസ് വൈദ്യരും കിടുക്കാച്ചി അഭിനയാട്ടോ. നമ്മുടെ മേഘനാഥൻ അവിടേക്കാണ് ചികിത്സയ്ക്ക് കൊണ്ടുവന്നത്. അപ്പൊ മേഘനാഥനോട് നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നുണ്ടോ, എന്നാലും അത്രയും പാവം നമ്മുടെ കണ്ണനോട് ആ ഒരു പെണ്ണ് ആ ഒരു കൊടുംചതി ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ തോമസ് വൈദ്യർ നമ്മുടെ മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുവാണ്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ ആ രീതിയിലെ. അങ്ങനെ അപ്പൊ നമ്മുടെ മേഘനാഥൻ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചായി. അപ്പൊ ആ ഒരു സംശയമൊക്കെ അങ്ങനെ തോമസ് വൈദ്യരും കൂടി പറഞ്ഞപ്പോൾ മേഘനാഥന് കുറച്ചും കൂടെ വിശ്വാസമൊക്കെ കൂടി. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് കുഞ്ഞ് പുറത്ത് വരുന്നത് വരെ ഞാൻ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നിന്നേ പറ്റൂ, ഇനി ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ട് വരത്തില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. അവരെങ്ങാനും ഒറ്റ തള്ളിയാൽ പിന്നെ കൊച്ചു തീർന്നല്ലോ. പിന്നെ അപ്പം നമ്മുടെ മോഹിനി അമ്മയും പറയുന്നുണ്ട്, എൻ്റെ മോളെ ഒരു 7-ാം മാസം പോലും എനിക്ക് ഇങ്ങോട്ട് കൊണ്ടൊന്ന് നോക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ അമ്മയും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ അമ്മയും കൂടെ ഏതോ ഒരു കാഴ്ച കണ്ട് വല്ലാതെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമാണ് ഏറ്റവും ഒടുവിൽ. അതെന്തായിരിക്കും ആ കാഴ്ച എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതല്ലേ. കാത്തിരുന്നതിനെ കാണട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.